ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഉറക്കത്തുനിന്ന് എണീറ്റ് ഞാൻ നേരെ ഇതൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ണീനപ്പുറത്ത് എൻ്റെ തൊട്ടടുത്ത് കാണാനില്ല. അപ്പോൾ അമ്മ അത് ഉണ്ണീനെ രാവിലെ ആകുമ്പോൾ തൊട്ടിയിൽ എടുത്താൻ കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മേത്തുനിന്ന് പുതപ്പൊക്കെ മാറ്റിയിട്ടിട്ട് അവൻ എവിടെയും നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുതപ്പ് തട്ടിയിട്ട് എന്തൊക്കെയോ നിലത്ത് വീണു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് പറക്കി വെച്ചു. അങ്ങനെ തൊട്ടിയിൽ ചെന്ന് നോക്കുമ്പോൾ മൂപ്പര് നല്ല ഉറക്കാണ് കേട്ടോ. ഇന്നൊരു 5 മണിക്ക് ആകുമ്പോൾ ഞാൻ പാമ്പേഴ്സും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതാണ് കേട്ടോ. കാരണം പാമ്പേഴ്സ് കുറച്ച് ലീക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പിക്കിട്ട് ആകെ സീനാക്കി വെച്ചേക്കായിരുന്നു. അങ്ങനെ മൂപ്പർ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങട്ടാ. ആദർശാനെ കുറെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫോൺ കോളുകൾ വന്നിട്ട് ഇങ്ങനെ ഫുൾ ടൈം ബിസിയാണ് കേട്ടോ. പിന്നെ അച്ഛതേ ഉണ്ണീനെ എടുത്തിട്ട് ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കട്ടാ. അവനെപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പം അമ്മന്ന് ദോശയും ഇഷ്ടുക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ആദർശാനും ടി വി ഒക്കെ കണ്ടിട്ട് ചായ കുടിക്കട്ടാ. അപ്പൊ അച്ഛനതേ അപ്പുറത്ത് തന്നെ വിളിക്കുന്നുണ്ട്. അവൻ നൈസായിട്ട് ഇങ്ങനെ ചിണിങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ട് എടുക്കാം, അതുവരെ അച്ഛനോട് എടുക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതേ ചായക്കുടിയൊക്കെ കഴിഞ്ഞു. അമ്മ ഉണ്ണീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുക്കട്ടോ. അപ്പൊ അച്ഛൻ എനിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം എടുത്തു തന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കുളിക്ക് കഴിഞ്ഞിട്ട് ഞാൻ അവനെ കണ്ണും പിരിയൊക്കെ എഴുതാൻ വേണ്ടി ഇരുത്തുകയാണ്. അപ്പൊ എൻ്റെ മുഖത്ത് ഞാനൊരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, ഒരു കുറി തൊട്ടുണ്ടായിരുന്നത്, അത് ആകെ പരന്നിട്ടായിട്ട് ഇരിക്കണേ. പറഞ്ഞ കേൾക്കുമെന്ന് അറിയില്ല. ഉണ്ണീന്റെ കണ്ണ് എഴുതാൻ പോവാണ്. കുറെ ആൾക്കാര് കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, മെസ്സേജ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഈ സംഭവം വെച്ചിട്ടാണ് ഞാൻ എഴുതണേ. പണ്ട് മീൻസ് കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര സുഖമായിരുന്നു. ഇപ്പൊ അവൻ കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. അപ്പൊ ഓരോ ദിവസം കൂടുമ്പോൾ വലുതാവല്ലേ. ഞാൻ ആദ്യം 21 ഉണ്ണിക്ക് സ്റ്റിക്ക് കൊണ്ടാ കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ ബെറ്റർ ഇതാട്ടോ. ഇതേപോലത്തെ ഒരു സംഭവം വാങ്ങിച്ചു കഴിഞ്ഞു സുഖമായിട്ട് നല്ല ഷേപ്പിൽ തന്നെ കണ്ണെഴുതാൻ പറ്റും. ചിരിക്കുക കാണുണ്ടോന്നൊക്കെ അറിഞ്ഞുകൂടാട്ടോ. വെറുതെ കിടന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വേഗം സെറ്റാക്കി കൊടുക്കട്ടെ അവനെ. അപ്പം ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഉണ്ണിക്ക് കണ്ണെഴുതി കൊടുക്കണം. ഇതുകൊണ്ട് കണ്ണെഴുതി കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ട് ആട്ടോ. കാരണം സ്റ്റിക്ക് വെച്ച് കഴിയുമ്പോൾ അവൻ്റെ വേദനയ്ക്കൊന്നുമില്ല, വേദനിക്കാത്ത രീതിക്കാണ് ഞാൻ പിടിക്കുക. എന്നാലും കൂടിയിട്ട് ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരയ്ക്കുമ്പോൾ സുഖമായിട്ട് അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇവനാ ചെന്നപ്പോൾ കണ്ണെഴുതാൻ നല്ല ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് എനിക്കും പിന്നെ എന്താ പറയുക കണ്ണ് പരത്തുന്നുണ്ട്, ആകെ ആകെ അലമ്പാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ പിരികൊക്കെ എഴുതി കൊടുത്തു കേട്ടോ. കുറേ നേരം നിന്നു. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ആദർശനം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പോയി. നമ്മളൊന്നൊരു ചെറിയൊരു വിഷുവിൻ്റെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എന്നാൽ വിഷുവിൻ്റെ തലേ ദിവസമാണ് നമ്മൾ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ണെഴുതുന്നതിൻ്റെ ഇടയിൽ ആദർശം പോയിട്ട് ആര്യമ്പാടത്ത് വാങ്ങിച്ചു വന്നു കേട്ടോ. പിന്നെ ഇതേ മാള് വന്നിട്ടുണ്ട് നമ്മളെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിട്ട് എങ്ങനെയാണ് കണ്ണെഴുതണേന്നൊക്കെ. അപ്പോൾ ഞാനിതേ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ബ്രഷ് വെച്ചിട്ടാണ് തന്നെയായിട്ട് എഴുതണത്. പിന്നെ നല്ല ക്ഷമ വേണം. കുറേ നേരം ഇരുന്നിട്ട് തന്നെയായിട്ട് ഞാൻ കണ്ണും പിരികൊക്കെ എഴുതണേ. എനിക്ക് ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് എഴുതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉണ്ണികളുടെ വാശി അനുസരിച്ചിട്ടാവും ബാക്കി എല്ലാ കാര്യങ്ങളും കേട്ടോ. അവർ നല്ലപോലെ ഇരുന്നെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ആകെ കച്ചറയും കൂട്ടാം. പിന്നെ ഞാൻ കുറേ നേരം ഒറ്റക്കണ്ണ് എഴുതിയിട്ടായിട്ട് ഉണ്ണി ഇരിക്കുന്നുണ്ടായിരുന്നേ. കാരണം ഒരു കണ്ണ് എഴുതിയിട്ട് എല്ലാം സെറ്റാക്കിയപ്പോഴേക്കും അവനെ എണീറ്റു. പിന്നെ അപ്പുറത്തെ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് തീരെ സമ്മതിക്കണില്ല. അങ്ങനെ കുറേ നേരം അങ്ങനെ നടന്നു. അതിനുശേഷം ഉറങ്ങിയതിന് ശേഷമായിട്ട് ഞാനിങ്ങനെ ഇരുന്നിട്ട് എഴുതി കൊടുത്തത്. ഞാൻ പറഞ്ഞ നല്ല ക്ഷമ വേണം കേട്ടോ, അവരൊന്ന് ഒരുക്കി സെറ്റാക്കണമെങ്കിൽ. എനിക്കും ഡോളനെ കണ്ണും പിരികൊക്കെ എഴുതിയിട്ട് കാണാനായിട്ട് ഇഷ്ടം. അതിന് നമ്മുടെ കുറെ ടൈം പോവും. എന്നാലും ഇപ്പം എനിക്ക് വേറെ പണികളൊന്നും ഇല്ലല്ലോ. ഇപ്പം തന്നെ ഒരുക്കി എൻ്റെ ഇഷ്ടത്തിന് കൊണ്ട് നടക്കാം. ഇനി കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞാൽ അതിനൊക്കെ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞങ്ങൾ മാത്രമായി കഴിഞ്ഞു വെച്ചെങ്കിൽ അതിന് നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇപ്പം എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഫ്രീ ടൈമുള്ള സമയത്ത് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടത്തിനൊക്കെ അവനെ നടത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് നമ്മൾ ഉണ്ണീനെ കൃഷ്ണനാക്കേണ്ട ഓരോ സംഭവങ്ങളും ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കട്ടോ. ഇപ്പൊ അവൻ എനിക്കണേനെ അവനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ. ഞങ്ങളുടെ 3 പേരുടെയും മോളിടൽ കേട്ടിട്ടാണ് ഇവിടേക്ക് എനിക്കണേട്ടാ. കാരണം നമ്മൾ കുറച്ച് ഫോണിൽ നോക്കും. അപ്പൊ എങ്ങനെയാ മോഡലോട് നോക്കുക, അത് വേണോ ഇത് വേണോ എന്നൊക്കെ നമ്മൾ ഭയങ്കര ഉറക്കെ സംസാരിക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ അവൻ എന്തായാലും അവൻ ഉറക്കത്തുനിന്ന് എനിക്കുമല്ലോ. പിന്നെ ഇതേ ഈ കളർ പൊട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉണ്ണിയോളാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആദർശനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് എല്ലാ സംഭവവും വാങ്ങിക്കലും പിന്നെ പ്ലാൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻ്റെ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ഒക്ടോബറിലാണ് തോന്നുന്നു നമ്മളെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഞങ്ങൾ തുമ്പമ്മേനെ ഇതേപോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പം നമ്മുടെ ഉണ്ണിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരുക്കുന്നത്. പിന്നെ മാളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇവൻ എനിക്കാതെ നോക്കണം. ചില സമയത്ത് ഇങ്ങനെ എനിക്ക് വെച്ചെങ്കിൽ തനിയെ അങ്ങനെ കിടന്നുറങ്ങും. ചില സമയത്ത് ഉണ്ടക്കണ്ണ് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും, പിന്നെ ഉറങ്ങില്ല. പിന്നെ നെറ്റത്ത് ആ കുഞ്ഞിയെ കുത്തൂത്തിടാൻ വേണ്ടിയിട്ട് ഞാനും മാളും കൂടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എങ്ങനെ
എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്യാരിന്ന്. അപ്പം അതൊക്കെ എടുത്ത് നോക്കാൻ കേട്ടോ. അപ്പം അവൻ്റെ അരപ്പട്ട കൈമ കെട്ടുന്ന സംഭവം, മോടക്കുഴല്, കിരീടം, അങ്ങനെ എല്ലാം ഇതിൽ സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ അരപ്പട്ടയ്ക്ക് മറ്റേ ഇങ്ങനെ കെട്ടണ സംഭവം ഉണ്ടല്ലോ, കയറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കിരീടത്തിൻ്റെ തലേമ കെട്ടുന്ന സംഭവത്തുമ്മയും കയറുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ നിന്നുള്ള ഒരു ചരടൊക്കെ എടുത്ത്, ചരടല്ല, ആദർശമായിട്ട് ഉണ്ണിയുടെ തുണിയിൽ നിന്ന് ഇങ്ങനെ കീറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കെട്ടുക ചെയ്തേട്ടാ. ഇതിന് വെറും 120 രൂപ അങ്ങനെ ഉള്ളൂ. എന്നാലും നല്ല ഈ പൈസക്കുള്ള മുതൽ തന്നെയായിട്ടുള്ളൂ. പിന്നെ കണിക്കൊന്നൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കണിക്കൊന്ന അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വന്നില്ല. അല്ലെങ്കിൽ എല്ലാ വിഷുവിനും അതെ കണിക്കൊന്ന അന്വേഷിച്ച് നടക്കലാവൂട്ടാ. പിന്നെ അവിടെ നിന്നൊക്കെ ഓരോ ഇതിൽ വെച്ച് കിട്ടിയാൽ നമുക്കതായി, അങ്ങനെയാണ്. പിന്നെ ഇതാ നമ്മളെല്ലാം വെച്ച് സെറ്റാക്കാണ്. ഫ്രൂട്ട്സൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണീനെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കട്ടെ. അപ്പോൾ ആദർശേനാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ മാളും ഞാനും ഇതേ മറ്റേ ലൈറ്റൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ചു കൊടുക്കുമ്പോൾ അത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് അച്ഛനൊക്കെ വന്നിട്ട് ഉണ്ണീനെ കളിപ്പിക്കുന്നുണ്ട്. അവൻ വലിയ അലമ്പൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലൈറ്റ് പിടിക്കുമ്പോൾ അത് സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഇതേ ആദർശനും മാളും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ണീനെ ചിരിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതേ ഫ്രൂട്ട്സിൻ്റെ മറ്റേ ഉരുളൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചു. പിന്നെ ആദർശമായിട്ട് ഇതേ കണിക്കുന്ന പൂവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ്. എനിക്കിതിൽ ഏറ്റവും വേർത്തായിട്ട് തോന്നിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ആ വൈറ്റ് വെൽവെറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, നിലത്ത് വിരിച്ചേക്കണം, അല്ല ഉണ്ണീനെ കെടുത്തിയേക്കണ സംഭവം, അത് വാങ്ങിച്ചതേക്ക് ഏറ്റവും നല്ല വേർത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയേക്കണത് കേട്ടോ. ഉണ്ണിയുടെ എല്ലാ ഫോട്ടോസും നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റണത് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ടിനോ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ ഈ സംഭവത്തിൽ വെച്ച് കെടുത്തി കഴിഞ്ഞു വെച്ചാൽ നല്ലൊരു ഫോട്ടോസ് എപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഇത് അമ്മയൊക്കെ വന്നു. നമ്മളെല്ലാവരും ഉണ്ണീനെ അങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് കേട്ടോ. നമ്മൾ ചിരിപ്പിച്ചാലൊന്നും അവൻ ചിരിക്കില്ല, എന്നാലും വെറുതെ വിളിച്ചു നോക്കാട്ടോ അവനെങ്ങനെ. എവിടെ ഉണ്ണിക്കണ്ണനെ എടുത്തു, ഉണ്ണിയണ്ണനെ എടുത്തു, തക്കുടുവാവെടുത്തു. പിന്നെ എക്സ്റ്റൻഷൻ ബോർഡ് ഉള്ളതുകൊണ്ടായിട്ട് നമുക്ക് ഈ ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ കുത്തിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ലൈറ്റ് ഇതാക്കിയേക്കണേ. കാരണം അവൻ്റെ ഫേസിക്ക് കറക്റ്റ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ മുകളിൽ നിന്ന് പൊക്കി പിടിച്ചു കൊടുക്കണം. പിന്നെ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി. അങ്ങനെ ഇതേ അവനങ്ങനെ സെറ്റാക്കിയിട്ട് വെറുതെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കുറച്ച് മുന്നേറ്റി ആവാനാണ് ചാൻസ്. പക്ഷേ ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് പറ്റാവുന്ന രീതിക്കാണ് ഞാൻ എല്ലാം ഒപ്പിച്ചിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണേ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കലൊക്കെ ഭയങ്കര തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതേ മാളും ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ട് കേട്ടോ. അപ്പൊ അവനും അതേ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൊറിയറിന്റെ ആള് വിളിച്ചപ്പോൾ ആൾക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൈസായിട്ട് പുറത്തേക്ക് വന്നിട്ടോ. അപ്പൊ അതേ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊന്ന് ലീവായിരുന്നു കേട്ടോ, വിഷുവിന്റെ തലേ ദിവസമല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഉണ്ണിയുടെ കിരീടമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് വെറുതെ നമ്മുടെ ഒപ്പമുള്ള ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചിട്ട് എവിടെയും പോസ്റ്റ് ചെയ്യാനൊന്നുമല്ല, നമ്മുടെ കയ്യിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കാട്ടോ. അപ്പോൾ ഇട്ട് ആദർശേട്ടൻ കല്യാണ ഷർട്ടൊക്കെ ഇട്ട് വന്നേക്കണു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് കുഞ്ഞികൃഷ്ണൻ AC ഒക്കെ ഇട്ട് റെസ്റ്റ് എടുക്കുന്നു. അമ്മടി ചൊത്തേ. അങ്ങനെ നമ്മുടെ കാറ് മുട്ടിച്ച് ഈ സ്റ്റിക്കറൊക്കെ ഇനി മാറ്റാറായിട്ടുണ്ട്. ഇനി ബേബി ഓൺ ബോർഡൊക്കെ ആക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയാകുമ്പോൾ ഞാനും ആദർശേട്ടനും അച്ഛനും കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇതേ പോവുക കേട്ടോ. പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഉണ്ണി അമ്മയുടെ അടുത്ത് സുഖമായിട്ട് ഇരുന്നോളൂ കേട്ടോ, അവൻ ഉറങ്ങായിരുന്നു. ഗൈസ് ബീനേച്ചി ഉണ്ണിക്ക് വിഷുക്കയോടി കൊടുന്നോണ്ടാട്ടോ. തുറന്നോക്കാം നമുക്ക്. ഓ ചേട്ടൻ വാങ്ങിച്ച പോലെ തന്നെയല്ലോ പെട്ടി. വേഗം പൊളിക്കുന്നു. ഒരാളിവിടെ വണ്ടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 5:30 ആകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ്റെ അടുത്താണ് ഉണ്ണിയില്ലേ, അമ്മ അവിടെ പണിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് ആദർശേട്ടൻ ചായ കുടിക്കാൻ പറഞ്ഞു. ഉണ്ണി നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എനിട്ടിട്ടായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവൻ മൂത്രം ഒഴിച്ചപ്പോൾ അവൻ്റെ ഇതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഒന്നും എടുക്കാത്ത കാരണം ആദർശേട്ടൻ ഡ്രൈ ഷീറ്റൊക്കെ വെച്ചിട്ട് പൊത്തി പിടിക്കാൻ കേട്ടോ. അങ്ങനെ ഇതേ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ആദർശേൻ്റെ അടുത്ത് പറയേണ്ട വേഗം പോയി ഇനി ചായ കുടിച്ചോ, ചായ ചൂടാറും. അപ്പം ഞാൻ കഴിക്കുമ്പോൾ രണ്ട് പേർക്കുള്ള ചായയും അവിടെ വെച്ചതായിരുന്നു കേട്ടോ.
ഹലോ അപ്പൻ്റെ രാത്രിയിലത്തെ മേരിയടയിലൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കാട്ടോ. എൻ്റെ ഈ പിരികം കണ്ട പകുതി ഇങ്ങനെ ചിറ്റിപ്പോയി. ഞാൻ പിരികം ഷേപ്പ് ചെയ്ത് കൊടുത്തതായിരുന്നു, പക്ഷെ അത് കൊളായിപ്പോയി. ഇതും ഭയങ്കര ഈള് പോലെയായി. ഇതിനും ഇരിക്കട്ടെ പിരികം വെക്കാറ്. അപ്പൊ എൻ്റെ മുഖം ആകെ തീർത്ത പോലെയായി. പിന്നെന്താ, അപ്പൊ ഞാൻ കുളിക്കാൻ പോയപ്പോ ഇവിടെ നിന്ന് കളിച്ചായിരുന്ന ആളെ അമ്മ ഉണ്ടായിരുന്ന അടുത്ത്. ആള് കളിച്ച് കളിച്ച് നല്ല ഉറക്കായിട്ടോ. ഞാൻ കാണിച്ചു തരേ. പിന്നെ കളിച്ച് കളിച്ചിപ്പോ ഇപ്പൊ എന്താ നല്ല കുട്ടീന്ന് അറിയോ, ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ അവന്റെ സ്വഭാവം മാറുക ഒരു 11 മണിക്ക് ആകുമ്പോഴാണ്. ഇപ്പൊ നല്ല ഉറക്കം ഉറങ്ങൂട്ടോ. എന്തായാലും ഉറങ്ങട്ടെ. അപ്പൊ എന്താണ്, നാളെയാണ് വിഷു. അപ്പൊ ചേച്ചിയൊക്കെ നാളെയായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഞാനേ കുളി കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കേട്ടോ ഞാൻ ഈ ഷോർട്സ് ഇട്ടുണ്ടായി. വിഷുവിന്റെ അന്നേക്ക് പീരിയഡ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വിഷു കളി കാണാൻ അടുത്തൊന്ന് പറ്റി, ഞാൻ ദൂരത്ത് നിന്നിട്ട് കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചേച്ചി കമന്റ് ഇട്ടുണ്ടായി, വിഷുവിന്റെ അന്ന് പീരിയഡ്സ് ആയ അടുത്ത വർഷം വിഷു ആകുമ്പോഴേക്കും നമ്മുടെ ഒപ്പം ഒരു ഉണ്ണിവാവ് എന്തായാലും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ കാര്യത്തിൽ അത് സത്യമായിട്ട് എന്തായാലും ആ ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. കമന്റ് ഞാൻ കിട്ടിച്ചെങ്കിൽ ഇവിടെ കൊടുക്കാട്ടോ. എന്തായാലും ആ ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്ത് നമ്മുടെ ഭയങ്കര മോശപ്പെട്ടൊരു സമയമായിരുന്നു. കാരണം മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് അബോഷനായി. അപ്പൊ പിന്നെ അതിന്റെ ബ്ലീഡിങ് കാര്യങ്ങള് അതും പോരാഞ്ഞിട്ട് എന്താ പറയാ, എന്റെ പീരിയഡ്സ് ഒക്കെ ഇറഗുലർ ആയി. കാരണം പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ തന്നെ 15 ദിവസം, അത് കഴിഞ്ഞിട്ട് 4 ദിവസം ഒന്ന് ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞു വെച്ചാൽ വീണ്ടും 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പീരിയഡ്സും. അങ്ങനെ ഫുൾ ടോട്ടലി എന്താ പറയാ ഒരു വൃത്തികെട്ട ഒരു സമയമായിരുന്നു എനിക്ക്. മാർച്ച് ഏപ്രിൽ സമയമൊക്കെ. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു കേട്ടാ, കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നല്ലോ എന്നുള്ളതൊക്കെ. അപ്പൊ ഇതേ ആദർശേട്ടൻ പുറത്ത് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിക്കട്ടെ. സാധനം മീൻസ് എന്താ, എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വരും. പിന്നെന്താ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇത് ആദർശേട്ടൻ പോയി വന്നു. ചേട്ടില് ബഡ്സ് ഇട്ടുകൊണ്ടിരിക്കട്ടോ. ആദർശേട്ടനെ ഏറ്റവും എന്താ പറയാ, എനിക്കും ഇഷ്ടമൊക്കെയാണ് ബഡ്സ് ഇടാൻ, പക്ഷെ ആദർശേട്ടൻ ഇത് എപ്പോഴും ഇട്ടോണ്ട് നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിച്ചക്ക ഇതേ ഇവിടെ ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങിയോണ്ട് ഇങ്ങനെ നിൽക്കട്ടെ. തനിയെ കളിച്ച് കളിച്ച് അങ്ങനെ ഉറങ്ങിപ്പോയതായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ണിനെ കാണാൻ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നവളെ ഹസ്ബൻഡൊക്കെ ആയിട്ട് ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിച്ചക്ക നൈസായിട്ട് ഇതേ ഉറങ്ങി എണിറ്റു. അപ്പൊ ഉറങ്ങി എണിറ്റപ്പോൾ ഒരു കുഞ്ഞ് വാശിയായിട്ട് കാണുന്നത് വെറുതെ ഇങ്ങനെ കരയാണ്. അപ്പൊ ആദർശേട്ടൻ എന്താ ഇങ്ങനെ കളിപ്പിക്കാൻ നിൽക്കാൻ കേട്ടോ. അവനെ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഈ കരയുന്നേ. അപ്പൊ നമ്മളിങ്ങനെ അടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഇതെങ്ങനെ പൊന്തിച്ച് നെഞ്ചിങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വരും എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ പറയേണ്ടത് എടുക്കണ്ട, അവിടെ കുറച്ചു നേരം കിടന്നോട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കട്ടെ. അപ്പോഴേക്കും ഓളിട്ട് കരഞ്ഞു തുടങ്ങി. പിന്നെ എടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല കേട്ടാ. അങ്ങനെ ഞാൻ എടുത്തിട്ട് ഇത് ഹാളിൽ വന്നിരിക്കട്ടെ. അപ്പോൾ അവനോട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ആട്ടി കൊടുത്ത ആള് ഹാപ്പിയാണ്. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നോളും. പിന്നെ ഇതേ ആദർശേട്ടൻ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയ്ക്ക് അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കട്ടോ. അങ്ങനെ അപ്പം അത് കാട്ടിക്കൊടുത്താൽ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ വീണ്ടും ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കരിക്കിൻ്റെ ഏതൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഉണ്ണീനെ അമ്മ തൊട്ടിയിലിട്ടുണ്ടായിരുന്നു. ഞാനിരുന്നിട്ട് കരിക്കിൻ്റെ എപ്പിസോഡ് ഇരുന്ന് കാണട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞിച്ചക്കൻ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദർശേട്ടൻ്റെ അടുത്ത് അമ്മ പറയട്ടെ, പാട്ട് പാടിയാലാണ് അവൻ കരച്ചിൽ നിർത്തുള്ളൂ, പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അമ്മ ഇങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ പാടിയിട്ടാണ് പിന്നെ ഉറക്കാറ്. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾ അതിനെ കുഞ്ഞെ കുട്ടിയാകുമ്പോൾ ഉറക്കാൻ പാടിയായിരുന്ന പാട്ടോളം ഞാൻ ഇട്ടാ. അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ എല്ലാവരും ഫുഡ് അടിക്കൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കാട്ടാ. അപ്പോൾ ഉണ്ണീനെ അമ്മ ഇതേ തൊട്ടിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ എനിക്കാച്ചെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ട് കെടുത്താന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാട്ടാ. അപ്പോൾ ഇനിയും ആട്ടി ചിലപ്പോൾ അവിടെ നിന്ന് കിടന്നുറങ്ങും. ആദർശമായിട്ട് ഇതേ ഇപ്പുറത്ത് കിടന്നു. അപ്പോൾ എനിക്കാച്ചെങ്കിൽ എൻ്റെ ഒപ്പം കെടുത്താന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കാട്ടാ. അപ്പോൾ ഉണ്ണി നമ്മുടെ അടുത്തേക്ക് പോകണോട്ടാ. അവനെ കരഞ്ഞപ്പോൾ ഞാൻ എടുത്തോണ്ടു. ഇനിയിപ്പോ പാലെ കുടിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ചു നേരം കളിച്ചോളും. സമയം 10:30 ആയിട്ടുണ്ട്. പിന്നെ കുറച്ചേരം ഇരുന്ന് ഇങ്ങനെ കളിച്ചോളും. ആദർശയുടെ അപ്പുറത്തിരുന്ന് സിനിമ കാണാൻ കേട്ടോ. ഹായ് പറ, ബായ് പറ. അങ്ങനെ നമ്മുടെ യുദ്ധം നൈസായിട്ട് തുടങ്ങിയിട്ടാ. പാല് കുടിക്കും, ഉറങ്ങും, കെടുത്തും, കെടുത്ത അപ്പം തന്നെ എനിക്കും വീണ്ടും പാല് കൊടുക്കും, ഉറങ്ങും, കെടുത്തും. അങ്ങനെ തന്നെയായിരുന്നു കേട്ടാ. അങ്ങനെ കെടുത്തി കഴിഞ്ഞു വെച്ചാൽ ഒന്ന് ഞങ്ങൾ കാലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് പതുക്കെ എനിക്കും, അല്ലെങ്കിൽ തല അങ്ങനെ ആട്ടിയിട്ട് അതങ്ങനെ എനിക്കിട്ടാ. അങ്ങനെ നമ്മുടെ ചെറുത് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നത്. അപ്പുറത്തിപ്പുറത്തൊക്കെ പടക്കം പൊട്ടിക്കുക, ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കുക പേടിച്ചിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതും ഭയങ്കര ഷോർട്ട് വീഡിയോ ആവും. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു വിഷുവിൻ്റെ തലേ ദിവസം എന്നുള്ളൊരു ഇതില് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ എന്തായാലും വിഷുവിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് എന്തായാലും ചെയ്യാം. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു.
ആദർശേനൊക്കെ നല്ല ഉറക്കായതായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഒരു 12:30 ആകുമ്പോൾ ആദർശേടൻ പോയിട്ട് പൈസ ഒക്കെ എടുത്ത് വരുന്നു. ഉണ്ണിക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൈമത്തെ മിറ്റൻസ് ഒക്കെ ഊരിയിട്ട് ഇതേ കയ്യിൽ പൈസ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ പേടി ഉണ്ടായിരുന്നത് ഇവൻ ഇനി എനിക്കോ കച്ചറ ഉണ്ടാക്കുമോ ഇനി ഉറങ്ങാതിരിക്കുമോ എന്നൊക്കെയായിരുന്നു. എന്നാലും മൂപ്പര് വലിയ അലമ്പൊന്നും ആക്കിയില്ല. ഉറക്കത്തുനിന്ന് എനിക്കൊന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഇത് ആദർശമായിട്ട് ഉണ്ണിയുടെ അടുത്ത് ഹാപ്പി വിഷു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഓണത്തിനുണ്ടല്ലോ ഞാൻ അങ്ങനെ ഗർഭിണിയായിട്ട് ഇരിക്കായിരുന്നല്ലോ. അപ്പോൾ ആദർശേട്ടൻ്റെ വയറിൻ്റെ അവിടെ വന്നിട്ട് ഉണ്ണിയുടെ അടുത്ത് ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ കുമ്പേലിരുന്നത് ഇപ്പം പുറത്തേക്ക് വന്നുവല്ലോ. അതൊക്കെ എന്നെ ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു 100 രൂപ എൻ്റെ കയ്യിലും തന്നിട്ട് ഉണ്ണിക്ക് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് ഞാനും ഉണ്ണിയുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൻ എനിട്ടിട്ടൊന്നുമില്ല, ആളിങ്ങനെ ഉറക്കം തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദർശേൻ്റെ അടുത്ത് ഒച്ചുണ്ടാക്കല്ലേ എന്ന് പറയട്ടാ. ഉറക്കത്തുനിന്ന് എനിക്ക് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ലാസ്റ്റ് പെടുന്നു. അങ്ങനെ ഇതേ നമ്മൾ വീണ്ടും ഞാൻ എല്ലാവരുടെ അടുത്തും ഒന്നും കൂടി ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വ്ലോഗ് അങ്ങോട്ട് എൻഡ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.